നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണം. അഴിമതി ചേലോറ മാലിന്യ പ്ലാന്റിലെ ഖരമാലിന്യ നീക്കത്തിൽ നിന്ന് എം വി ജയരാജൻ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടെൻഡർ നൽകി. CAG റിപ്പോർട്ട് പുറത്തെന്നും ജയരാജൻ. നവീൻ ബാബുവിന്റെ മരണം. PP ദിവ്യയെ വെള്ളപൂശുന്ന നടപടിയാണ് CPM സ്വീകരിക്കുന്നതെന്ന് മാർട്ടിൻ ജോർജ്. ദിവ്യയെ പിണക്കിയാൽ പലരുടെയും മുഖം മൂടി താഴെ വീഴും. CPMന് എന്നും ഭീഷണി സ്വരമെന്നും മാർട്ടിൻ ജോർജ്. കണ്ണിന് വേദനയും നിറം മാറ്റവും. പരിശോധനയിൽ കണ്ടെത്തിയത് നീളൻ വിരിയെ. ശസ്ത്രക്രിയ നടത്തിയത് 60-കാരൻ മാഹി സ്വദേശിക്ക്. വിര വളർത്തുമൃഗങ്ങളിൽ നിന്നോ മറ്റോ എത്തിയതെന്ന് സംശയം. വാർത്തകൾ വിശദമായി. UDF ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ അഴിമതിയെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ചേലോറ മാലിന്യ പ്ലാന്റിലെ ഖരമാലിന്യ നീക്കത്തിലാണ് അഴിമതി. 1.77 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി CAG റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടെൻഡർ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മാലിന്യം നീക്കം ചെയ്യാതെ ഒരു നിശ്ചിത അളവിൽ മാത്രം ഖരമാലിന്യങ്ങൾ മാറ്റുകയായിരുന്നുവെന്നും ജയരാജൻ ആരോപിച്ചു. ബാക്കി ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. നിങ്ങൾ ഇത്രമാത്രം മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ മതിയെന്ന് മുൻ മേയർ കരാറുകാരോട് മാലിന്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ബാക്കിയുള്ളവ മണ്ണിട്ട് മൂടിയാണ് അഴിമതി നടത്തിയത്. ഇതിനായി കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കൂടുതൽ തുക നൽകിയതായും CAG റിപ്പോർട്ടിലുണ്ട്. 86 ലക്ഷം നൽകേണ്ടതിന് പകരം 2.63 കോടി രൂപയാണ് നൽകിയത്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും LDF പരാതി നൽകുമെന്നും MV ജയരാജൻ പറഞ്ഞു. നഗരസഭ അധികൃതരുമായി നടത്തിയ സംയുക്ത സ്ഥല പരിശോധനയിൽ ഒരു സ്ക്രീനർ വിത്ത് കൺവേയർ ബെൽറ്റ് മാത്രമാണ് കരാറുകാരന് കൈമാറിയതായി സൈറ്റിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആകെയുള്ള ക്വാണ്ടിറ്റി ഖരമാലിന്യങ്ങൾ മുഴുവൻ ഇവരവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള പ്രിൻസിപ്പൽ കരാർ നിൽക്കുമ്പോൾ ഇവർ സംയുക്തമായി പരിശോധന നടത്തിയിട്ട് പറഞ്ഞു ഇത്രയേ നിങ്ങൾ നീക്കണം. അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടാം, വലിയ പൈസയൊന്നും ചിലവാകില്ല. കരാറിൽ പറയുന്നത് എന്താ? വിവിധ തരം മാലിന്യം പൂർണ്ണമായി സൈറ്റിൽ നിന്ന് കൊണ്ടുപോയി ക്ലിയേർഡ് സൈറ്റ് ലെവൽ ചെയ്ത് നഗരസഭയെ തിരിച്ചേൽപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ മേൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. കൗൺസിൽ യോഗത്തിലെ 18ാമത്തെ അജണ്ടയിൽ നിന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ഈ അജണ്ട മാറ്റരുത് എന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അത് മാറ്റിയത്? അത് ഈ നാടിനറിയണം. അതുകൊണ്ട് ജനങ്ങളുടെ പണമാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ ഖരമാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള കരാറിലൂടെ തട്ടിയെടുക്കുന്നത്. മൾട്ടി ലെവൽ പാർക്കിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെ ഒരു കാർ കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷന്റെ ദ്രവമാലിന്യ സംസ്കരണ പദ്ധതിക്ക് LDF പൂർണ്ണ പിന്തുണ നൽകിയതാണ്. എന്നാൽ അതും അഴിമതിക്കുള്ള വേദിയാക്കി മുൻ മേയർ മാറ്റി. ഇപ്പോഴത്തെ മേയർ അഴിമതി നടത്തിയെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ എല്ലാത്തിനും സാക്ഷിയായി നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും കണ്ണൂർ DC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MV ജയരാജൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ നവീകരിച്ച നഗരസഭാ വഴിയോര കച്ചവട കേന്ദ്രം നഗരസഭാധ്യക്ഷ ജമുന റാണി ടീച്ചർ ഹരിത കച്ചവട കേന്ദ്രമായി പ്രഖ്യാപിച്ചു. തുടർന്ന് വഴിയോര കച്ചവടക്കാർക്കുള്ള ലൈസൻസ് വിതരണവും നടത്തി. നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി ചെയർപേഴ്സൺ സാഹിറ TK അധ്യക്ഷതയും ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് ബിന്ദുമോൾ നന്ദിയും പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റെജിന V അനിൽകുമാർ, കുഞ്ഞിക്കണ്ണൻ, രതീഷ് കുമാർ, നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ മാനേജർ ലിബിൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ബാലൻ പൈലേരി, വഴിയോര കച്ചവടക്കാരുടെ സംഘടനാ നേതാക്കളായ ജെയ്സൺ, പ്രകാശൻ തുടങ്ങിയവർ ആശംസാ ഭാഷണം നടത്തി. നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, സന്നദ്ധ പ്രവർത്തകനും യുവ വ്യാപാരിയുമായ ജെറീഷ് കുമാർ KP, വഴിയാത്രക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വഴിയോര കച്ചവടക്കാരായ ജലീൽ, ഷാനു, മഹറൂഫ്, മുഹമ്മദ് അലി, അഷ്റഫ്, അസ്ലം, ഷംസീർ, സഹീർ, ദിൽഷാദ്, സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഹരിത സ്കൂൾ, ഹരിത അംഗനവാടി പ്രഖ്യാപനവും സാക്ഷ്യപത്ര വിതരണവും പഞ്ചായത്ത് ഹാളിൽ നടന്നു.
ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. സാക്ഷ്യപത്ര വിതരണവും ഹരിത പഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭയിൽ ഏറ്റവും നല്ല ശുചിത്വ റിപ്പോർട്ട് അവതരിപ്പിച്ച സ്കൂളുകൾക്കുള്ള അനുമോദനവും ഉദ്ഘാടകൻ നിർവഹിച്ചു. അതോടൊപ്പം തന്നെ തുടർച്ചയായി നടത്തുന്ന ആളുകളെ നമുക്ക് അനുമോദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരൊപ്പം ചേരാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പം അത് നിരന്തരമായിട്ടുള്ള പ്രക്രിയയിൽ തുടരുന്ന സമയത്ത് മാത്രമേ മാലിന്യമുക്ത നവകേരളം എന്നുള്ള നിലക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു പ്രദേശത്ത് പോയാലും നമ്മൾ വലിച്ചെറിയാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ഇതിനകത്ത് എല്ലാ മേഖലകളിലും നടത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ നമ്മളെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് ആ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല നിലയിൽ സഹകരിച്ചു പോകുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് സി പ്രസീത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PM ബിന്ദു സ്വാഗതം പറഞ്ഞു. ടി രമേശൻ ശുചിത്വ സന്ദേശ പ്രഖ്യാപനം നടത്തി. ഡി ജിഷ, KC പ്രകാശൻ, G സന്തോഷ് കുമാർ, M അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർമാർ, അധ്യാപകർ, ആശാ വർക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണം. അഴിമതി ചേലോറ മാലിന്യ പ്ലാന്റിലെ ഖരമാലിന്യ നീക്കത്തിൽ നിന്ന് MV ജയരാജൻ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടെൻഡർ നൽകി. CAG റിപ്പോർട്ട് പുറത്തെന്നും ജയരാജൻ. നവീൻ ബാബുവിന്റെ മരണം. PP ദിവ്യയെ വെള്ളപൂശുന്ന നടപടിയാണ് CPM സ്വീകരിക്കുന്നതെന്ന് മാർട്ടിൻ ജോർജ്. ദിവ്യയെ പിണക്കിയാൽ പലരുടെയും മുഖം മൂടി താഴെ വീഴും. CPMന് എന്നും ഭീഷണി സ്വരമെന്നും മാർട്ടിൻ ജോർജ്. കണ്ണിന് വേദനയും നിറം മാറ്റവും. പരിശോധനയിൽ കണ്ടെത്തിയത് നീളൻ വിരിയെ. ശസ്ത്രക്രിയ നടത്തിയത് 60-കാരൻ മാഹി സ്വദേശിക്ക്. വിര വളർത്തുമൃഗങ്ങളിൽ നിന്നോ മറ്റോ എത്തിയതെന്ന് സംശയം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ വെള്ളപൂശാനാണ് CPM എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശാന്തൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടും അന്വേഷണ സംഘം അതിന് തയ്യാറായിട്ടില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറയുന്നത്. പ്രശാന്തൻ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ നടപടി എടുക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അവർ അതിന് തയ്യാറാകുന്നില്ല എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. PP ദിവ്യയെ സംരക്ഷിക്കാനാണ് CPM നേതൃത്വം ശ്രമിക്കുന്നത്. ദിവ്യയെ പിണക്കിയാൽ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴും എന്ന ഭയം CPM നേതൃത്വത്തിനുണ്ടെന്ന് മാർട്ടിൻ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രശാന്തനെ രക്ഷിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിവ്യനെ രക്ഷപ്പെടുത്താനും അതോടൊപ്പം അതിലുപരിയായി ഇതിന് പിന്നിലുള്ള CPMന്റെ നേതാക്കന്മാർ AKG സെന്ററിൽ നിന്നും കത്തെഴുതിയിരിക്കുന്നു. ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്ന കത്ത് അത് AKG സെന്ററിൽ നിന്ന് എഴുതിയതാണ്. അത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫായിട്ടുള്ളവർ അതിനകത്ത് പിന്നിലുണ്ട്. AKG സെന്ററിലെ സ്റ്റാഫാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നൊക്കെ പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമല്ലേ? അതുകൊണ്ടല്ലേ CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്. CBI അന്വേഷണം നടത്തിയാൽ എന്താണ് കുഴപ്പം? ഇവിടെ ഈ SLT ഇവരിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് തലത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്? നമ്മൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അപ്പം ഇതിനകത്ത് കുടുംബത്തിന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ ഈ ദുരൂഹതകൾ നീക്കം ചെയ്യപ്പെടാൻ CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. അതൊരു ആവശ്യകരമായ ഘടകമാണ് എന്നുള്ളതാണ്
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായമെന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേസമയം ആലപ്പുഴ ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിൽ പ്രതിയായ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട മരുമകൾ ഷെറിനെ വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നിൽ ഒരു മന്ത്രിയുടെ ഇടപെടൽ ചർച്ചയാകുന്നുണ്ട്. കൂട്ടുപ്രതികൾക്ക് ലഭിക്കാത്ത പരിഗണന ഷെറിക്ക് മാത്രം ലഭിച്ചത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണമെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറിമാരായ T. ജയകൃഷ്ണൻ, മനോജ് കൂവേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏച്ചൂർ പന്നിയോട്ട് ദേശസേവാ വായനശാല എന്ന ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. തുടർന്ന് P. ജയചന്ദ്രന്റെ ഗാനങ്ങൾ കോർത്തിണക്കി പ്രദേശവാസികളുടെ ഗാനാർച്ചനയും നടന്നു. ഗായകനും ചാലോട് ഗോവിന്ദാവയൽ ക്ഷേത്രം മേൽശാന്തിയുമായ M. ഗോവിന്ദരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1944 മാർച്ച് 3-ാം തീയതി മുതൽ അദ്ദേഹത്തിന്റെ ബാല്യകൗമാര യൗവനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ മലയാള സിനിമയ്ക്കും ചലച്ചിത്രഗാന ശാഖയ്ക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ മറക്കാൻ പറ്റാത്തതാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, സുപ്രഭാതം എന്നുള്ള പാട്ടുകൾ നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത ഗാനങ്ങളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ സ്മരിക്കുവാൻ നിങ്ങൾ എന്നെ വിളിച്ചതും ഈ ഒരു വേദിയിൽ എനിക്ക് എത്താൻ പറ്റിയതും എൻ്റെ ഒരു മഹത്വമായിട്ട് ഞാൻ കാണുന്നു. യാത്ര നിദ്രതൻ പടിവരെ താമര മലർമിഴി അടയും വരെ ഒന്നിനി സുതി താട്ടി പാടുക പൂങ്കുയിലെ എന്നോ മലുറക്കമാ ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ. മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ P. ജയചന്ദ്രൻ്റെ വേർപാട് ഗാനാസ്വാദകർക്ക് തീരാ നഷ്ടമാണെന്ന് പരിപാടിയിൽ അനുസ്മരിച്ചു. വായനശാല മുറ്റത്ത് നടന്ന പരിപാടിയിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഗംഗാധരൻ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രവർത്തകരായ PK രാജൻ, K. ശ്രീധരൻ, വായനശാല ലൈബ്രറിയൻ കാഞ്ചനവല്ലി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വായനശാല സെക്രട്ടറി TC രാജഗോപാലൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി NK ഗോപി നന്ദിയും പറഞ്ഞു. ശരദിന്ദു മലർദീപനാളം നീട്ടി സൂരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി ശരദിന്ദു മലർദീപനാളം നീട്ടി സൂരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ മധുരമായി പാടി വിളിക്കുന്നു. രോഗിയുടെ കണ്ണിൽ നിന്നും ഡോക്ടർമാർ പുറത്തെടുത്തത് 20 മില്ലിമീറ്റർ നീളമുള്ള വിര. കണ്ണിൽ വേദനയും നിറം മാറ്റവുമായി എത്തിയതിന് പിന്നാലെ നടത്തിയ ചികിത്സയിലാണ് വിരയെ പുറത്തെടുത്തത്. 60-കാരനായ മാഹി സ്വദേശിയാണ് അസഹ്യമായ കണ്ണുവേദനയോടെ ആശുപത്രിയിൽ എത്തിയത്. തലശ്ശേരി PK ഐ കെയർ ആശുപത്രിയിലെ ഡോക്ടർ സിമി മനോജ് കുമാറാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. 60-കാരനായ മാഹി സ്വദേശിക്ക് കണ്ണിൽ അസഹ്യമായ വേദന, ആകെ ചുവപ്പ് പടർന്നു. ഇതോടെയാണ് തലശ്ശേരി PK ഐ കെയർ ആശുപത്രിയിലെ ഡോക്ടർ സിമി മനോജ് കുമാറിന് മുന്നിലെത്തിയത്. പിന്നാലെ വിശദമായ പരിശോധന തുടർന്നാണ് വില്ലനെ കണ്ടെത്തിയത്. സർജറിയിലൂടെ വിരയെ പുറത്തെടുത്തു. ഡിറോഫിലേറിയ സ്പീഷീസിൽപ്പെട്ട വിരയെയാണ് കണ്ണിൽ നിന്നും പുറത്തെടുത്തത്. വളർത്തുമൃഗങ്ങളിൽ നിന്നോ കൊതുകിൽ നിന്നോ ആണ് മനുഷ്യരിലേക്ക് ഈ വിര എത്തുന്നത്. രോഗം ബാധിച്ചു വളർത്തുമൃഗങ്ങളിൽ നിന്നും കൊതുക് വഴി വിരയുടെ ലാർവ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. ഈ വിരയുടെ ആക്രമണം കാഴ്ചശക്തിയെ വരെ ബാധിക്കാം. മുൻകരുതലും കൃത്യമായ രോഗനിർണയവും പ്രധാനമാണ്. ഹൈക്കോടതി വിധി പ്രകാരം ബോർഡുകളും മറ്റും നീക്കം ചെയ്യുമ്പോൾ CPMന്റെ ബോർഡുകൾ നീക്കം ചെയ്യാൻ പാടില്ലെന്ന ധാർഷ്ട്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഇതിന് തെളിവാണ് CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വാഹന ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും തടസ്സമായി ബോർഡുകളും കമാനങ്ങളും തോരണങ്ങളും സ്ഥാപിച്ചത്. ഹൈക്കോടതി വിധി പ്രകാരം ഇത് നീക്കം ചെയ്ത പിണറായി പഞ്ചായത്ത് ജീവനക്കാർക്കെതിരെ CPM നേതാക്കൾ ഭീഷണി മുഴക്കിയതിൽ DGPയോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമുള്ള ദേശാഭിമാനി പേപ്പർ വലിയ ഫോട്ടോസ് എന്താണ് CPMന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അവിടെ വലിയ തോരണങ്ങളും കാര്യങ്ങളും ജില്ലയിലുടനീളം, തളിപ്പറമ്പ് മാത്രമല്ല പല സ്ഥലങ്ങളിലായി
CPM-ന്റെ ബോർഡുകൾ എല്ലാ സ്ഥലത്തും മാർഗതടസ്സമുണ്ടാകുന്ന രീതിയിൽ അവരവിടെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതിനെതിരല്ല, ഞങ്ങൾ അത് സമ്മേളനം നടക്കുന്ന സമയത്ത് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു ധാർഷ്ട്യമാണ് കാണിക്കുന്നത്. ഇപ്പോൾ പിണറായിലൊക്കെ നടന്നു കണ്ടു, കോടതി ഇടപെടേണ്ട ഒരു സാഹചര്യം അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോടതി വിധി ഉണ്ട് എങ്കിൽ അത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാകുന്ന രീതിയിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് മാത്രം എന്തുമാകാം. കോൺഗ്രസിൻ്റെ വെക്കുന്ന ഉടനെ അവിടെ വന്ന് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. മറ്റു പാർട്ടികൾക്കൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഏത് സമ്മേളനവും എങ്ങനെയും ഏത് രീതിയിലും നടത്താമെന്നുള്ള ആ രീതിയിലുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ഇത് നമ്മൾ ഇവിടെ കാണുകയാണ്. കോടതി വിധി ഉണ്ട് എങ്കിൽ അതെല്ലാവരും ഒരേപോലെ അംഗീകരിക്കപ്പെടണം. അതിന് ജീവനക്കാർ ആ രീതിയിൽ തന്നെയുള്ള സമീപനം എടുക്കണം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7730 രൂപയും പവന് 61,840 രൂപയും, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണം. അഴിമതി ചേലോറ മാലിന്യ പ്ലാന്റിലെ ഖരമാലിന്യ നീക്കത്തിലെന്ന് MV ജയരാജൻ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടെൻഡർ നൽകി. CAG റിപ്പോർട്ട് പുറത്തെന്നും ജയരാജൻ. നവീൻ ബാബുവിന്റെ മരണം. PP ദിവ്യയെ വെള്ളപൂശുന്ന നടപടിയാണ് CPM സ്വീകരിക്കുന്നതെന്ന് മാർട്ടിൻ ജോർജ്. ദിവ്യയെ പിണക്കിയാൽ പലരുടെയും മുഖം മൂടി താഴെ വീഴും. CPM-ന് എന്നും ഭീഷണി സ്വരമെന്നും മാർട്ടിൻ ജോർജ്. കണ്ണിന് വേദനയും നിറം മാറ്റവും. പരിശോധനയിൽ കണ്ടെത്തിയത് നീളൻ വിരിയെ. ശസ്ത്രക്രിയ നടത്തിയത് 60-കാരൻ മാഹി സ്വദേശിക്ക്. വിര വളർത്തുമൃഗങ്ങളിൽ നിന്നോ മറ്റോ എത്തിയതെന്ന് സംശയം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.